നമ്മളിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ല, കർത്താവിൻ്റെ മുമ്പിലാണ്. നമ്മളെ അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വേദനകളെ അറിയുന്ന, ഭാരങ്ങളെ അറിയുന്ന, നമ്മളെ പണിയുന്ന, നമ്മളെ നിർത്തുന്ന, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന, എന്തിനു വേണ്ടിയാണോ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് വേണ്ടി നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നല്ലൊരു മഴ പെയ്തു, ആമേൻ. ആ മഴയത്ത് കുതിർന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നല്ല ആമേൻ പടക്കമൊക്കെ ആണെങ്കിൽ, ആമേൻ, അല്ലെങ്കിൽ തീപ്പെട്ടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? മഴ വരുമ്പോൾ അല്ലെങ്കിൽ നനയുമ്പോൾ എന്ത് ചെയ്യും? കുതിർന്നു പോകും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആമേൻ കുതിർന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചൂടോടെ ഇരിക്കുക, ആമേൻ, പ്രാർത്ഥനയോടെ ആയിരിക്കുക. സ്വർഗം നമ്മളോട് സംസാരിക്കും ഇന്ന് രാത്രികാലം. ആമേൻ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കണം, എന്നോട് കൂടെ ഇരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കണം, എല്ലാറ്റിലും ഉപരിയായി എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. കാരണം ആമേൻ കർത്താവ് വ്യക്തിപരമായി ഇടപെടുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ്. ഇന്ന് രാത്രികാലം സ്വർഗം നമ്മളെ ഓരോരുത്തരെയും തൊടും. സ്വർഗത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രികാലം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വന്നത് വെറുതെയല്ല, വെറുതെ അയക്കാനല്ല. എന്ത് വിഷയത്തോടെ ദൈവം ഇന്ന് രാത്രികാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു, അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. അവൻ യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം എടുത്തൊരാളൊന്ന് വേഗത്തിൽ വായിക്കാമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആൽമീൻസ് വേഗത്തിലൊന്ന് വായിച്ചാൽ, സമയപരിധി ഉണ്ട്, വേഗത്തിൽ ആമേൻ എടുത്ത് വായിച്ചാൽ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. തക്ക സമയത്ത് ഞാൻ നിർത്തും. ഒത്തിരി ആമേൻ ലാഗാക്കിയതല്ല, പെട്ടെന്ന് ആമേൻ തക്ക സമയത്ത് ഞാൻ ആമേൻ അവസാനിപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. വായിച്ചാട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം നിങ്ങൾക്ക് തരും. അവൻ നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണോ ഈ വചനം? ഹല്ലേലൂയ. അവൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനല്ല, ഹല്ലേലൂയ. ഈ ശബ്ദത്തിൻ്റെ ഉടമ ഞാനല്ല. ഹല്ലേലൂയ, അവൻ ആ വചനത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവ് നമ്മളോട് പറയുകയാണ്, എന്നോടും കൂടെയാണ് എന്ന് വിചാരിച്ച് ഞാൻ പ്രസംഗിക്കുക. ഹല്ലേലൂയ, അവൻ ഇന്ന് രാത്രികാലം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഒരു വ്യക്തിയും ഹല്ലേലൂയ ദൈവത്തെ തിരഞ്ഞെടുത്തു വന്നതല്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വിചാരിക്കുക അങ്ങ് അവിടെ ഓടി ഇവിടെ ഓടി, രോഗം വന്നപ്പോൾ ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ പ്രയാസം വന്നപ്പോൾ അവൻ സ്ഥലത്ത് പോയി ഇന്നയാളെ കണ്ടു, അവിടെ ഒന്നും പരിഹാരം വന്നില്ല, അതുകൊണ്ട് ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. അവൻ സെലക്ഷൻ നിങ്ങളുടേതായിരുന്നില്ല, സെലക്ഷൻ കർത്താവിൻ്റെതാ. ഹല്ലേലൂയ. സെലക്ഷൻ നമ്മുടേതായിരുന്നില്ല, സെലക്ഷൻ ദൈവത്തിൻ്റെതാണ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ല, അത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നോട് കൂടെ നിങ്ങളുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ, ആമേൻ, ദൈവത്തെ അറിയുവാൻ ഒരവസരം എനിക്കും നിങ്ങൾക്കും സ്വർഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. നമ്മളെ വിളിച്ചവൻ, നമ്മളെ തിരഞ്ഞെടുത്തവൻ, അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളെ കണ്ടതുകൊണ്ട്, നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രികാലമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ ശബ്ദത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്.
ഇന്ന് നിങ്ങൾ ഈ അവസ്ഥയിൽ ഇതിനകത്തായിരിക്കുന്നെങ്കിൽ, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്നെങ്കിൽ, അതിൻ്റെ പുറകിൽ ആമേൻ നിങ്ങളുടെ ചിന്തയോ നിങ്ങളുടെ സാഹചര്യങ്ങളോ അല്ല, ആമേൻ കൊണ്ടുവരുവാൻ തക്കവണ്ണം വഴി തെളിച്ച ഒരുവനുണ്ട്. ഈ റൂട്ടിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം വഴി തെളിച്ച ഒരുവനുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഈ ദൈവ ശബ്ദത്തിൻ്റെ മുൻപിലായിരിക്കുന്നത്. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവ ശബ്ദത്തിന് അനുകൂലമായി പ്രതികരിക്കുന്നത് അല്ല നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മൾ പ്രീ പ്ലാൻ ചെയ്തത് കൊണ്ടോ അല്ല നമ്മൾ ഇതിനകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് രണ്ട് കാര്യങ്ങൾക്കായി. ഒന്ന്, ആമേൻ, നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞോണം, ആർക്കും വേണ്ടാതെ അവൻ എവിടൊക്കെ തള്ളപ്പെട്ടതുപോലെ കിടന്ന സ്ഥാനത്തിനകത്തുനിന്ന് അവൻ നമ്മളെ കണ്ട് തിരഞ്ഞെടുത്ത് വിളിച്ച് അവൻ ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ ദൈവ ശബ്ദത്തിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുന്ന ഒരു കർത്താവിനെയോ അവൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവൻ ഈ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഹല്ലേലൂയ നമ്മുടെ യോഗ്യത നോക്കിയല്ല വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, അവൻ ഈ തിരഞ്ഞെടുപ്പ് ഒരിക്കലും നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. ലോകത്തിലെ ഏത് മേഖലയ്ക്കകത്ത് വന്നാലും ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ അതിൻ്റെ മെയിനായിട്ടുള്ള അവൻ ഹല്ലേലൂയ അവൻ പിൻപുറങ്ങൾ മെയിനായിട്ടുള്ള കാര്യമൊന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ, യോഗ്യത എന്താണോ അതനുസരിച്ചായിരിക്കും ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത്. ഹല്ലേലൂയ. ആണല്ലോ. ഹല്ലേലൂയ. ഈ ഒരു നോർമലായിട്ടൊരു ഇലക്ഷൻ വന്നാൽ, ഒരു പാർട്ടി ഇലക്ഷൻ വന്നാലും നമ്മൾ നോക്കും, കഴിഞ്ഞ ആണ്ട് നിന്നപ്പോൾ ശരിയായോ, ഇന്ന പാർട്ടിക്ക് കൊടുത്ത, പിന്നെ പാർട്ടി ബേസ് മാത്രം നോക്കുന്നവരുണ്ട്. ആരും നോക്കുന്നവർ പറയും ഇന്നയാൾ കൊള്ളാമോ, ഇന്ന പാർട്ടിക്കാർ വന്നാൽ വല്ലതും ചെയ്യുമോ. ഓരോ പാർട്ടിക്കാർ വരുമ്പോൾ ഒത്തിരി വാഗ്ദാനങ്ങൾ തരും. നമ്മൾ ഈ വാഗ്ദാനങ്ങളെല്ലാം ഇങ്ങനെ എഴുതി നോക്കും. ഹല്ലേലൂയ. ഒത്തു നോക്കും. എന്നിട്ട് പറയും ഇന്ന ആൾക്കാർ കൊള്ളാം, അവർക്ക് വോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ വോട്ട് കൊടുക്കാറുണ്ട്. അത് ജനം എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ്. ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവരൊരു ക്വാളിഫിക്കേഷൻ്റെ ഇടും. അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിയാണ് ജോലിക്ക് ആവശ്യം എന്നുള്ള ഒരു എന്തിടും, അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇടും. അതുമായ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ജോലിക്ക് സെലക്ട് ചെയ്യത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഹല്ലേലൂയ +2 വേണമെന്ന് പറഞ്ഞാൽ +2 സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തി എന്തിന് തിരഞ്ഞെടുക്കത്തില്ല, ജോലിക്ക് തിരഞ്ഞെടുക്കത്തില്ല. ഹല്ലേലൂയ. ഏതൊരു വിഷയത്തിനകത്ത് പോയാലും ഏതൊരു ജോലിക്ക് പോയാലും അതിന് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുപ്പ് വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ തന്നെ സാധനം വാങ്ങിക്കാൻ പോയാലോ, നമ്മൾ സാധനം വാങ്ങാൻ പോകാറില്ലേ? ഹല്ലേലൂയ. ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഒരു തിരയലാണ് അതിനകത്ത്. ഹല്ലേലൂയ. എന്തൊക്കെ നോക്കി അവൻ കളറ് നോക്കും. ഹല്ലേലൂയ. സൈസ് നോക്കും. പ്രൈസ് നോക്കും. ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങി എല്ലാം നോക്കിയിട്ട് 4 തവണ ഇട്ട് നോക്കിയിട്ട് 4 തവണ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഡ്രസ്സിംഗ് റൂമിനകത്താണെങ്കിൽ 4 സൈഡും കണ്ണാടിയാ, പുറം തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാം നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ഡ്രസ്സ് എടുക്കത്തുള്ളൂ. അത് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒരു പച്ചക്കറി കടയിൽ പോയാലോ ഹല്ലേലൂയ പോകുമ്പോൾ വെണ്ടയ്ക്ക എടുക്കുവാണെങ്കിൽ ഇളത് നോക്കി എടുക്കും. ഓരോന്നിനും ഓരോ രീതിയിലാണ് എടുക്കുന്നത് അല്ലേ. ചിലത് വിളഞ്ഞത് എടുക്കണം, ചിലത് ഇളതെടുക്കണം. ഇങ്ങനെ ഓരോന്നിൻ്റെ പാകം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും യോഗ്യത നോക്കിയിട്ടായിരുന്നില്ല. ഇന്ന് രാത്രികാലം ഈ ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നുവെന്നും ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോയെന്നും നിരാശയിലും ഭാരത്തിലും കണ്ണുനീരിലും ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാ ഇന്ന് രാത്രികാലം നമ്മൾ ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഒന്നാണ്, അതിനൊരിക്കലും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. കർത്താവ് നിറം നോക്കത്തില്ല, കർത്താവ് പഠിപ്പുണ്ടോ നോക്കത്തില്ല, ഏത് കുടുംബത്തിലാ ജനിച്ചോ നോക്കത്തില്ല, എന്ത് ജോലിയാ ചെയ്യുന്ന നോക്കത്തില്ല, മിടുക്കൊണ്ടോ മിടുക്കില്ലയോ ഇതൊന്നും കർത്താവിന് പ്രശ്നമേ അല്ല. ഇന്ന് രാത്രികാലം സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പ്
യോഗ്യത നോക്കിയിട്ടല്ല. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു, ഇതിനകത്തിരിക്കുന്നതിൽ ആരും ആ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിയാതെ ഇതിനകത്ത് വന്നിട്ടില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്തില്ലാത്തവരാരും ഇതിനകത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, ആ തിരഞ്ഞെടുപ്പ് വന്നത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. അവൻ യോഗ്യത നോക്കി, മിടുക്ക് നോക്കി, കഴിവ് നോക്കിയിട്ടല്ല അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത്. സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഒരു ഭാഗം ഹല്ലേലൂയ വായിക്കുമ്പോൾ അവൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുള്ളൂ, അവൻ കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, അവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് ഒരേ ഒരു മാനദണ്ഡം, അത് നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപയുടെ ദൃഷ്ടി ആരുടെ മേൽ വീഴുന്നു അവരുടെ മേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമേ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ സ്വർഗത്തിന്റെ കൃപയുടെ ദൃഷ്ടി വീഴുന്നതുകൊണ്ട് നീ ഇന്ന് രാത്രികാലം ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്ന സ്വർഗം പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവർ തോറ്റു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് സുഖവാസമെന്ന് ഞാൻ പറയത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് അവൻ സന്തോഷം മാത്രമേ വരത്തുള്ളൂ ഞാൻ പറയത്തില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഒരു മേഖലക്കകത്തും തോൽവിയാന്ന് പറയാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയ ദൈവമേ, നിന്റെ ദേശത്തിന്റെ നടുവിൽ, നിന്റെ ചർച്ചക്കാരുടെ നടുവിൽ നിന്നെ ഒരു തോൽവിയാക്കാതെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവ സാന്നിധ്യം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു, പ്രയാസപ്പെടുന്ന അവൻ സങ്കടത്തോടെ, അവൻ കണ്ണുനീരോടെ, ഞെരുക്കത്തോടെ ഇരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ സ്വർഗ്ഗം പറയാം, നീ തോൽക്കാൻ അനുവദിക്കാത്ത ഒരുവനാ നിന്നെ തിരഞ്ഞെടുത്ത് ഈ ശബ്ദത്തിന്റെ മുൻപിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പലയിടത്തും നമ്മൾ ഒരു കഥ, ഞാൻ തോൽവിയാ, ഞാൻ തോറ്റു, ഞാൻ പരാജയം. ഹല്ലേലൂയ. എത്ര ശ്രമിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ആ വിടുതലിലോട്ട്, ആഗ്രഹിച്ച തലത്തിലോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. സ്വർഗം പറയും, ഒരു തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ തലവേരുള്ളിടത്തോളം ഒരു ശത്രുവിനും അവൻ മുമ്പിൽ തോൽവിയായി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നോട്ടെ, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നോട്ടെ, ഏതൊക്കെ വെല്ലുവിളികൾ വന്നോട്ടെ, ഇന്ന് രാത്രികാലം സ്വർഗം പറയുക, നീ കടന്നു പോകുന്ന നിരാശയുടെ മേഖല, നീ കടന്നു പോകുന്ന സങ്കടങ്ങൾ, നിന്നെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു കച്ചകെട്ടി ഇറങ്ങിയത്, ഇതെല്ലാം ഒരുവൻ അറിയുന്നുണ്ട്. അവൻ തിരിച്ചറിഞ്ഞോണം. ഒരു പ്രശ്നത്തിനും നിന്നെ കൊടുക്കാതെ, ഒരു പ്രശ്നത്തിനും നിന്നെ ഒതുക്കാൻ അനുവദിക്കാതെ പുറത്തെടുക്കുവാൻ വീണ്ടെടുപ്പുകാരൻ ഒരുവൻ ഇന്ന് രാത്രികാലം ഇറങ്ങി വരിക. സ്വർഗീയമായ ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വന്നത് നിന്നെ വിട്ടുകളയാനല്ല, നിന്നെ തോൽവിയാക്കാനല്ല. ഹല്ലേലൂയ. പ്രശ്നം പറയും നീ തോറ്റുപോകുമെന്ന്, പ്രതികൂലം പറയും തോറ്റുപോകും. ഈ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല, ഈ പ്രതിസന്ധിക്ക് എഴുന്നേൽക്കത്തില്ല, ഈ ബാധ്യതയ്ക്ക് എഴുന്നേൽക്കത്തില്ല. ഇത് നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ വിഷയത്തിൽ നാം ഇനി തകർന്നു പോകും. അന്നേരം സ്വർഗം പറയും, ഞാനൊരു തെരഞ്ഞെടുപ്പിട്ടിട്ട ഇവൻ എൻ്റെ അടുക്കലേക്ക് വന്നത്, അതുകൊണ്ട് യാതൊന്നിനും ഈ വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, ഇത് കൃപയാലുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ കൃപയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഇതിന് നിബന്ധനകളില്ല കേട്ടോ. കൃപയ്ക്ക് എന്തില്ല? നിബന്ധനകളില്ല. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അതിന് ക്വാളിഫിക്കേഷൻ നോക്കത്തില്ല, നിറം നോക്കത്തില്ല, കുടുംബ പാരമ്പര്യം നോക്കത്തില്ല, മഹത്വം നോക്കത്തില്ല, അല്ല എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല. ഒരു കൃപ,
നമുക്കറിയാം കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാപ്തിയുള്ളവൻ്റെ കയ്യിൽ നിന്ന് യോഗ്യതയില്ലാത്തവരുടെ മേലേക്ക് ഒഴുകി വരുന്ന ആമേൻ ഒന്ന്, അതാണ് കൃപ. ആമേൻ ഹല്ലേലൂയ. അവർ കൃപയ്ക്കൊരു പ്രത്യേകത, ഇത് ആരുടെ മേൽ വന്ന് വീഴുന്നു അവൻ പിന്നെ പഴയ അവസ്ഥയിലായിരിക്കത്തില്ല, അതിനകത്തൊന്ന് എഴുന്നേൽക്കുന്ന ഈ കൃപ വന്ന് വീണ് കഴിഞ്ഞാൽ ആരുടെ മേൽ വീണോ ആ വ്യക്തി പിന്നെ പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഈ ലൈവിലൂടെ കേൾക്കുന്ന പ്രിയ ദൈവമേ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഒരു കൃപയുടെ ദൃഷ്ടി ഇന്ന് രാത്രികാലം സ്വർഗം അയക്കുക. നിന്റെ യോഗ്യത കണ്ടിട്ടല്ലേ, നിന്റെ മിടുക്ക് കണ്ടിട്ടല്ല, നിന്റെ പ്രാഗൽഭ്യം കണ്ടിട്ടല്ല, നിന്റെ അവസ്ഥ അറിയുന്നവൻ നിനക്ക് വേണ്ടി ഒരു കൃപയുടെ ദൃഷ്ടി അയക്കുക. അത് യോഗ്യത മിടുക്കൊന്നും കണ്ടിട്ടില്ല, ഇത് കൃപയാ. ഹല്ലേലൂയ. യോഗ്യത ഇല്ലാതിരിക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ ആമേൻ വചനം പറയുന്നുണ്ട്, യേശുവിനെ നമുക്ക് വേണ്ടി ദൈവം അയച്ചു തന്നതേ നമ്മുടെ യോഗ്യത ഉള്ളതുകൊണ്ടല്ല. ഹല്ലേലൂയ. ഏകജാതനെ നമുക്ക് വേണ്ടി. നമ്മൾ ഓരോരുത്തരും പറയണം എനിക്ക് വേണ്ടി. ആമേൻ. എന്നിട്ട് ചോദിക്കണം എന്നിൽ എന്ത് കണ്ടിട്ടാന്ന്. ആമേൻ. അന്നേരം നമുക്ക് തന്നെ മറുപടി കിട്ടും, ഒന്നും കണ്ടിട്ടല്ല. പാപിയായിരുന്നപ്പോ ഹല്ലേലൂയ ആമേൻ, പാപിയായിരുന്നപ്പോ ആമേൻ, യോഗ്യത ഇല്ലാതിരുന്നപ്പോ ആമേൻ അല്ല നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, പാപിയായിരുന്നൊരു കാലത്തും ഒരു നാളിലും കൃഷിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. കൃഷിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ, ഇത്ര മാനിപ്പ, അതാണ് കൃപ. ഹല്ലേലൂയ. യോഗ്യത ഇല്ലാതിരുന്നപ്പോ നമുക്കത് പ്രാപിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം പറയാം, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. ലോകം മുഴുവനും നിന്റെ മരണവിധിക്ക് വിട്ടുകളഞ്ഞപ്പോ മരണം നിന്റെ ഒടുവിലത്തെ അധ്യായമായി നിനക്ക് വേണ്ടി എഴുതി ചേർത്തപ്പോ, എന്റെ പുത്രനെ നിന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തന്നു. അവൻ നീ ഇനി ഒരു നാളും മരിക്കത്തില്ല എന്ന് പറഞ്ഞ് പുത്രനിലൂടെ ഒരു വീണ്ടെടുപ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കൽപ്പിച്ചു തന്നെങ്കിൽ അതിന്റെ പേരാ കൃപ. യോഗ്യത നോക്കാതെ, പ്രാഗൽഭ്യവും മിടുക്കും കഴിവും നോക്കാതെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വിളിക്കുമ്പോ അവൻ അടുക്കലെ കോടി വന്ന തന്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൽ അയക്കപ്പെട്ടത്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? കൃപയാലൊരു തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. കൃപയാലൊരു തെരഞ്ഞെടുപ്പ്. ഞാനും നിങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്താ. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, അവർ എന്തിനു വേണ്ടി ദൈവസന്നിധി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ വിഷയത്തിനകത്ത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ദേശത്തിൻ്റെ നടുവിൽ ഒരിക്കലും ഒരു തോൽവിയാകത്തില്ല. നിന്റെ കുടുംബക്കാരുടെ മുൻപിൽ നിങ്ങൾ തോൽവിയാകത്തില്ല. ഒരു രോഗം നിങ്ങളെ തോൽപ്പിക്കത്തില്ല. ഒരു ദേശത്തിൻ്റെ ആധിപത്യം നിങ്ങളെ തോൽപ്പിക്കത്തില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെ തോൽപ്പിക്കത്തില്ല. കാരണം കൃപ വീണിട്ടുണ്ടോ, പിന്നെ നിന്റെ ചുമതല മുഴുവനും, പിന്നെ നിന്റെ ഉത്തരവാദിത്തം മുഴുവനും ആ കർത്താവ് ഏറ്റെടുക്കുക. ഇന്ന് രാത്രികാല സ്വർഗ്ഗം ചിലതിനോട് പറയുക, ഇല്ല കുഞ്ഞേ, നിന്നെ ഒന്നിന്റെ മുമ്പിലും വിട്ടുകൊടുക്കാതെ, ഒരു പിശാചിനും കൊടുക്കാതെ, ഒരു ഇരുളിന്റെ ആധിപത്യം കൊടുക്കാതെ, നിന്റെ കുടുംബത്തിന്റെ മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഞാൻ നിന്നെ പുറത്തെടുക്കും.
കഴിഞ്ഞാൽ ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഇല്ല ഞാൻ തോക്കത്തില്ല. ആണ്ടുകൾ എനിക്കറിയത്തില്ല, പരിശുദ്ധനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ആണ്ടുകളായി ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്തൊരു പ്രശ്നം, ഒരു വിഷയം നീ ഓവർകം ചെയ്ത് പുറത്തു വരുമ്പോൾ അടുത്തൊരു വിഷയം നിന്നെ കുഴക്കാൻ തക്കവണ്ണം ഇങ്ങനെ കടലിലെ തിരമാല വരും പോലെ നിന്റെ പിന്നാലെ വെല്ലുവിളിക്കുക. ഇന്ന് രാത്രികാലം പരിശുദ്ധ ദൂത് പറയുക, നീ അതിനകത്ത് തോൽക്കത്തില്ല. നിന്റെ മേൽ കിടക്കുന്ന കൃപയുടെ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, കൃപയാലുള്ള തിരഞ്ഞെടുപ്പുണ്ടല്ലോ, അത് നിന്നെ ഏത് പ്രതിസന്ധിക്കകത്ത് ഉയർത്തി പുറത്തെടുക്കുക. ശക്തമായത് ശത്രു പറയും ഞാൻ നിന്നെ വിഴുങ്ങുമെന്ന്. സ്വർഗ്ഗം പറയും പിന്നെ എന്റെ കുഞ്ഞിനെ നീ തൊടുന്നത് ഞാൻ നിന്നെ കാണട്ടെ. ആമേൻ. ദൈവജനത്തെ ജയിക്കാൻ പാതാള ഗോപുരങ്ങൾക്ക് അനുവാദമില്ല. ആമേൻ. എനിക്കൊരു കാര്യം ഇങ്ങനെ എടുത്ത് പറയാൻ പരിശുദ്ധാത്മാവ് പറയുക, എൻ്റെ കുടുംബത്തിനകത്ത് ആണ്ടുകളായി പരാജയം കണ്ടു വരുന്ന ചിലരുടെ പരിശുദ്ധാത്മാവ് പറയുക, അത് നിങ്ങളെ തോൽപ്പിക്കത്തില്ല. വിശ്വസിക്കുന്നവനുണ്ടോ? നീ ഇന്നലെ കണ്ട പരാജയം നിന്റെ മാതാവ്, പിതാവ്, അപ്പൂപ്പനും അമ്മൂമ്മ, അവൻ സഹോദര കുടുംബങ്ങൾ, അവൻ ഹല്ലേലൂയ നിങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിങ്ങൾ കണ്ടുവരുന്ന പരാജയം എനിക്കറിയത്തില്ല. ഇന്ന് രാത്രികാലം ആരോട് പരിശുദ്ധാത്മാവ് അവൻ സംസാരിക്കുന്നു, നിങ്ങൾ ഇതൂതിനെ ഏറ്റെടുത്തോ. ഏത് വ്യക്തിയോടെന്ന് എനിക്ക് തിരിച്ചറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഹല്ലേലൂയ. അവൻ അങ്ങനെ നിങ്ങൾ കണ്ടുവരുന്ന ചില പരാജയങ്ങൾ ആവർത്തിക്കുമെന്നുള്ള ഭയത്തിനകത്ത് നീ കുടുങ്ങിക്കിടക്കുക. ഇന്ന് രാത്രികാലം സ്വർഗം പറയുക, നിന്റെ മേൽ വീണ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഒരു ഭയത്തിന്റെ മുൻപിൽ നിന്നെ ഒതുക്കി കളയാതെ സകല പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് പുറത്തു വരുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്നത്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ തട്ടിയൊന്ന് സ്തുതിച്ചോ. ചില പരാജയ ഭയങ്ങൾ, ചില അനർത്ഥങ്ങളുടെ ഭയങ്ങൾ ഇന്ന് രാത്രികാലം ജീവിതങ്ങളിൽ മാറിപ്പോകട്ടെ. ആത്മാവ് പറയാ, ചരിത്രമല്ല ആവർത്തിക്കാൻ പോകുന്നത്, നിന്നെ ഒരു ചരിത്രമാക്കി തീർക്കാൻ പോവുക. പരാജയത്തിന്റെ ചരിത്രമല്ല ആവർത്തിക്കാൻ പോകുന്നത്, നിന്നെ അവരുടെ മുമ്പിൽ സകല പരാജയങ്ങളുടെ മുമ്പിൽ അവൻ ഒരു കൊടി പോലെ. എനിക്കറിയാം ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. അനേകം പേർക്ക് നിന്നിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കയറി വരത്തക്കവണ്ണം ഒരു കൊടി പോലെ സ്വർഗ്ഗം ഉയർന്നു. നീ ഒരു സ്പെഷ്യൽ ആയിരിക്കും. നീ പുറത്തു വരുമ്പോ സ്വർഗം അവൻ ഹല്ലേലൂയ നിന്നെ നോക്കി അഭിമാനിക്കും. ലോകം നിന്നെ നോക്കി ആശ്ചര്യപ്പെടും. അതുപോലെ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചില വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങി വരിക. ആണ്ടുകളെ നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ചിലതിനെ നീ ജയിക്കാൻ പോവുക. ചില പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരുവൻ. ചിലത് തോൽപ്പിച്ചു കളയുമെന്ന് പറയുമായിരിക്കാം, ചിലത് പരാജയപ്പെടുത്തി കളയുമെന്ന് പറയുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയും, അതിൻ്റെ നടുവിലും സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് വീണിട്ടുണ്ടെങ്കിൽ അത് യോഗ്യത കണ്ടിട്ടല്ല. എനിക്ക് വ്യക്തമായി അറിയാം, ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലരുടെ ഹൃദയത്തിനകത്ത് ഈ ദൂത് വന്ന് തട്ടുന്നുണ്ട്. ചിലരെ സ്വർഗം പുറത്തെടുക്കും. പരാജയ ഭീതിയിലായിരിക്കുന്ന ചിലരുടെ കുടുംബത്തിനകത്തുള്ള ചരിത്രം നിന്റെ ജീവിതത്തിനകത്ത് ആവർത്തിക്കത്തില്ല. നിന്നെ കുടുംബത്തിനകത്ത് ഒരു കൊടിയാക്കി സ്വർഗം ഉയർത്തുക. നിന്നെ കുടുംബത്തിനകത്ത് ഒരു കൊടിയാക്കി സ്വർഗം ഉയർത്തും. രോഗഭയമോ പരാജയ ഭയമോ ബാധ്യതയോ അവൻ ജീവിതത്തിലുള്ള തകർച്ചയോ എന്തോ ആയിക്കൊണ്ട് നിങ്ങളെ പിന്തുടർന്ന് വരുന്നത്, അതേ കുടുംബത്തിനകത്ത് അതേ ഭവനത്തിനകത്ത് അവൻ നിന്നെ നിന്ദിച്ച അതേ വ്യക്തികളുടെ മുൻപാകെ നിന്നെ ഒരു
ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്. ആമേൻ, ആമേൻ. ഇത് യോഗ്യതയാണോ? എപ്പോഴും ഓർക്കണം കേട്ടോ. ഞാൻ പറയും, ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥ മാറ്റും, അവസ്ഥയെ മാറ്റും. നിങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ട് എന്നോട് പറയണം, സിസ്റ്റർ ഞാൻ അവൻ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ട് എന്നെ ദൈവം മാനിച്ചില്ല. നിങ്ങളങ്ങനെ പറയാൻ അവൻ ദൈവം അവസരം ഒരുക്കത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ ചില പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുമായിരിക്കാം, ചില പ്രശ്നങ്ങളുടെ കടന്നു പോകുമായിരിക്കാം. പക്ഷെ എൻ്റെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയാം, ഒരു പ്രതിസന്ധിക്കകത്തും നീ ഒതുങ്ങിപ്പോകാതെ പുറത്തു കൊണ്ടുവന്ന് കൊടിയാക്കി നിർത്തുന്ന, അനേകം പേർക്കൊരു സാക്ഷ്യമാക്കി നിർത്തുന്ന ഒരു കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ കർത്താവിന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. എൻ്റെ സ്വർഗം അങ്ങനെ ചെയ്യുവാൻ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് കൃപയാലുള്ളതാ. യോഗ്യതയും മിടുക്ക് നോക്കിയിട്ടല്ല, കൃപയാലുള്ളതാ. ഇനി ഞാൻ ഒരു കാര്യമില്ലേ, നമ്മുടെ മേലെ തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്നറിയാൻ സിമ്പിളായിട്ടുള്ള ചില വഴികൾ പറഞ്ഞു തരാം. ഹല്ലേലൂയ. സിമ്പിളായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ മേലെ തെരഞ്ഞെടുപ്പ് ഉണ്ടോ സിസ്റ്റർ? ഹല്ലേലൂയ. ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ ഡൗട്ടായിരിക്കും, ശരിക്കും ഞാനും അതിനകത്തുള്ളതാണോ ചോദിക്കാറുണ്ടോ നിങ്ങൾ? ശരിക്കും എൻ്റെ മേൽ തെരഞ്ഞെടുപ്പുണ്ടോ? ശരിക്കും കർത്താവിന് എന്നെ ഇഷ്ടമാണോ? കർത്താവിൻ്റെ കൃപയുടെ ദൃഷ്ടി എൻ്റെ മേൽ വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതോട് ഞാൻ ഒരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരല്ലായികയാൽ ഞാൻ നിങ്ങളെ ലോകത്തിനകത്തുനിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ സിസ്റ്ററെ? ഒരു കാരണമില്ലാതെ അവർ വന്ന് എൻ്റെ അടുത്ത് അടിയുണ്ടാക്കുക. ഞാനും അവരോട്ട് ഒരു വാക്ക് തർക്കമില്ല. അവർക്ക് എന്നെ കണ്ണിന് കാണാൻ മേല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? എന്തിനാ എന്നോട് പിണക്കം? എന്തിനാ എന്നോട് ഇങ്ങനെ ആരെങ്കിലും അടിയുണ്ടാക്കാൻ നിൽക്കുന്നേ? എന്തിനാ എന്നെ കാണുമ്പോൾ മാത്രം ഇത്രയും പ്രശ്നം? ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് ഒരു പ്രശ്നത്തിന് പോകുന്നില്ല, ഞാൻ അവർക്ക് ദോഷം ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഒരു കാരണവും ഇല്ലാതെ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെന്ന്, ലോകത്തിനകത്ത് നിങ്ങൾ ഒറ്റപ്പെടുന്നുവെന്ന്, എന്നെ ആരൊക്കെയോ മാറ്റി നിർത്തുന്നത് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇഷ്ടപ്പെട്ടാൽ സമയം കഴിഞ്ഞു, പകുതി പോലും ആയില്ല. ബസ് ഞാൻ ഇപ്പം നിർത്താം. ഹല്ലേലൂയ. പോകാൻ സമയത്തിന് പോകണം. ഇന്നലെ പാസ്റ്റർ പറഞ്ഞു സമയത്തിന് പോകണം, ഞാൻ സമയത്തിന് നിർത്താം. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോണം എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ നെഞ്ചത്തോട്ട് തന്നെ വരുന്നു എന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയെല്ലാം അവൻ നിങ്ങളെ തകർക്കാൻ തക്കവണ്ണമുള്ള ആയുധം നിങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നുവെന്ന് വചനം പറയുന്നു. ഞാനല്ല, യേശു കർത്താവ് തൻ്റെ തിരുവായി മൊഴിയാൽ പറഞ്ഞ വാക്യം നമ്മൾ വായിച്ചേ. നിങ്ങൾ ലോകത്തിനല്ലാത്തവരാണ്, ലോകത്തിനുള്ളവരല്ല. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ എനിക്കുള്ളവരായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്ന് വീണിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരൊറ്റ കാരണം, എല്ലാവരും ഉള്ള ചുറ്റുപാടിനകത്തും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ചുറ്റിലും എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ട് കൂട്ടിന്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാന്ന് ഫീൽ ചെയ്യും. ഹല്ലേലൂയ. അന്നേരം തിരിച്ചറിഞ്ഞോണം, കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് വന്ന് വീണിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ, ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് നിങ്ങൾ അറിയാതെ, നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലാതെ അകാരണമായി ചില തിരിച്ചടികൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ലോകം നിങ്ങളെ പകയ്ക്കാൻ ഒരൊറ്റ കാരണം
ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വന്നു വീണത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്ത് വരുന്നേ? ഒറ്റയ്ക്കാന്ന് പറയുന്നവരുണ്ടോ? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്ന് കരയുന്നവരുണ്ടോ? കർത്താവ്, ഞാൻ പറയും, കർത്താവ് പറയാ, ആരൊക്കെ മാറ്റി നിർത്തിയാലും ഞാൻ കൂടെ ഉണ്ട്. ലോകത്തിന് നിങ്ങളെ ഇഷ്ടമാകത്തില്ല. നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവൃത്തി ഇതൊന്നും പിടിക്കത്തില്ല. അവർ നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കും. അതിനെല്ലാം ചിരിച്ച മുഖത്തോടെ നേരിടാൻ തയ്യാറുള്ളവരുണ്ടോ ഇതിനകത്ത്? ഞാൻ പറയും, നിങ്ങൾ കർത്താവിന് സ്പെഷ്യലായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കർത്താവിന് സ്പെഷ്യലായിട്ട് മാറും. അതിനോടൊന്നും മുഖം തിരിക്കാതെ, അതിനോടൊന്നും പിണങ്ങി മാറി സാഹചര്യങ്ങളിൽ നിന്ന് മാറി ഓടിപ്പോകാതെ, അവൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ഹല്ലേലൂയ ചിരിച്ച മുഖത്തോടെ ആ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയും, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ വിടുതൽ വേഗത്തിൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നതേ കർത്താവിന് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുള്ളത് കൊണ്ട്, ദേശത്തിന്റെ നടുവിൽ തോൽവിയാക്കി നിർത്താനല്ല ആ തിരഞ്ഞെടുപ്പ് വന്നത്, ഒരു ജയമാക്കി പുറത്തു കൊണ്ടുവരാനാ. പക്ഷെ ഇന്ന് ലഭിക്കുന്നത് മുഴുവൻ ഒറ്റപ്പെടൽ, ഇന്ന് ലഭിക്കുന്നത് മുഴുവൻ അപകടന, ഇന്ന് ലഭിക്കുന്നത് മുഴുവൻ വേദന, ഇന്ന് ലഭിക്കുന്നത് മുഴുവൻ കണ്ണുനീര്. ഇന്ന് രാത്രികാലം ഞാൻ ഇങ്ങനെ പറയും, അത് ദൈവ ശബ്ദത്തോട് പ്രതികരിക്കുന്നവരുണ്ടോ? കർത്താവേ, അങ്ങനെ തിരഞ്ഞെടുപ്പിനകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയാലും എനിക്കറിയാം, ഒറ്റയ്ക്കല്ല, എന്റെ പ്രശ്നത്തിന് നടുവിൽ എന്നോട് കൂടെ ഇരിക്കുന്നവൻ. ഞാൻ ഒരു കാര്യം പറയാം, ആ സാഹചര്യത്തിനകത്ത് നിങ്ങൾ ആരെയൊക്കെ ചേർത്ത് പിടിക്കാൻ നോക്കിയാലും കൂടെ കാണത്തില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ പറയും, കർത്താവിനെ കൂടെ പിടിച്ചോണം, കർത്താവിന്റെ മാർവിലേക്ക് ഓടി കയറിക്കോണം. കർത്താവിന്റെ തിരഞ്ഞെടുപ്പിന്റെ അകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് നിന്റെ പിന്നാലെ വരേണ്ട സകലത്തെയും നിന്റെ പിന്നാലെ കൊണ്ടുവരും. യേശു കർത്താവ് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ ആദ്യം ദൈവത്തിനുള്ളത് അന്വേഷിക്കുക, സകലതും ഹല്ലേലൂയ നിങ്ങളുടെ പിന്നാലെ വരും. ആദ്യം നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും. ഹല്ലേലൂയ. ആമേൻ. തെരഞ്ഞെടുപ്പ് വീണിട്ടുണ്ടോ? ഒറ്റപ്പെടേണ്ട പോയേ പറ്റത്തുള്ളൂ. ഇതൊരു ഈസി കാര്യമല്ല, പക്ഷെ ഇതിൻ്റെ ഒടുവിൽ മഹത്വമാണ്. ഇതൊരു ഈസി കാര്യമല്ല, പക്ഷെ ഇതിൻ്റെ ഒടുവിൽ നീ ഒരു ജയക്കൊടിയായിരിക്കും. ഇതൊരു ഈസി കാര്യമല്ല, പക്ഷെ ഇതിൻ്റെ ഒടുവിൽ നിങ്ങൾ തല ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ആർക്കും ഇല്ലാത്ത പ്രതിസന്ധി, ആർക്കും ഇല്ലാത്ത പ്രശ്നം, ആർക്കും ഇല്ലാത്ത കണ്ണുനീര്, ആർക്കും ഇല്ലാത്ത ഞെരുക്കം, ആർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട്, ഇതെല്ലാം കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് വരുന്നതാണ്. പക്ഷെ എൻ്റെ പൊന്നു കർത്താവെ, അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വരണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഞാൻ പറയും, അതിനെ തട്ടിക്കളയാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് ഒരാളെ ദൃഷ്ടി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ന് റൈറ്റ് പാത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു, അന്ന് വരെ ഈ പ്രതിസന്ധികൾ നിങ്ങൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. രക്ഷപ്പെട്ടോടാൻ പറ്റത്തില്ല. ആമേൻ. എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞേ. ആമേൻ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ശൗലിനെ അറിയാലോ? ആമേൻ. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ്. ആമേൻ. ശൗലിനെ രാജാവാക്കി തീർക്കാൻ ദൈവം കണ്ടപ്പോൾ വചനത്തിനകത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. 3 കഴുതയെ പുറത്ത് കൊണ്ടുപോയി. കഴുതയെ അന്വേഷിച്ച് ശൗല് പുറത്തു പോയി. 3 ദിവസം അന്വേഷിച്ചു, കിട്ടിയില്ല. ഹല്ലേലൂയ. ഒടുവിൽ മടങ്ങിപ്പോകാൻ പോകുമ്പോൾ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലെത്തി. ഹല്ലേലൂയ. നഷ്ടം വരുത്തി കറക്റ്റ് പാത്തിലോട്ട് കൊണ്ടുവന്നു. അല്ലേ? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വചനം കേൾക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നു. ആമേൻ. നഷ്ടം വരുത്തി കർത്താവിൻ്റെ റൂട്ടിനകത്തോട്ട് ആരെ കൊണ്ടുവന്നു? ശൗലിനെ കൊണ്ടുവന്നു. വന്ന് കയറി റൂട്ടിനകത്ത്. പക്ഷെ ഒരൊറ്റ ഒളിച്ചോട്ടാ പുള്ളി. പിന്നെ ഹല്ലേലൂയ. ശൗലിനോട് ശമൂവേൽ പറഞ്ഞു, നീ മിസ്രയീമിൽ പോയിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കും, ഞാൻ വരുന്നുണ്ടെന്നേ, ഒരു യാഗം കഴിക്കാൻ.
ശൗല് പറഞ്ഞു, ഞാൻ 7 അയലത്ത് അടുക്കത്തില്ല, ഞാൻ ഓടാൻ പോവുക, എനിക്കെങ്ങും വയ്യ, ഇസ്രായേലിന്റെ രാജാവാണ്. അഭിഷേക തൈലം തലയിൽ വാങ്ങിച്ചോട് ഒരൊറ്റ പോക്ക. ഹല്ലേലൂയ. കർത്താവേടാ, ഞാൻ തിരഞ്ഞെടുത്തതല്ലേടാ. ശൗല് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവുക. ഇസ്രായേൽ മുഴുവനും കൂടി വരുമ്പോ അവൻ ചീട്ടിട്ട് നറുക്കിട്ട് അവൻ നല്ല പേര് വിളിച്ച ശൗലിനെ കാണാനില്ല. എവിടാന്നറിയാവോ? സാമാനങ്ങൾ ഇടയ്ക്ക് ഒളിച്ചിരിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞ കോളറിന് തൂക്കി എടുത്തുകൊണ്ട് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. തെരഞ്ഞെടുപ്പിന്റെ ദൃഷ്ടി, കൃപയുടെ ദൃഷ്ടി വീണിട്ടുണ്ടോ? നമ്മൾ എത്രത്തോളം അങ്ങോട്ട് പിടിക്കും അത്രത്തോളം നമുക്ക് കഷ്ടപ്പാടാ. ദൈവസന്നിധിയിൽ സറണ്ടറായി കൊടുത്താൽ ആ റൈറ്റ് പാത്തിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോഴുണ്ടല്ലോ, കർത്താവേ നിന്റെ ഹിതത്തിന് ഞാൻ ഏൽപ്പിക്കപ്പെടുക. ആ റൈറ്റ് പാത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നടത്തുന്നത് നിങ്ങളുടെ ശക്തിയായിരിക്കത്തില്ല, പിന്നെ നടക്കുന്നത് നിങ്ങളായിരിക്കത്തില്ല. ആ സ്വർഗം കരങ്ങളിൽ എടുത്തേച്ചങ്ങോട്ട് വഹിച്ച് അവൻ ഹല്ലേലൂയ നടത്താൻ തുടങ്ങും, വഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ ഗൈഡൻസ്, പിന്നെ നിങ്ങളുടെ സകല മേഖലകളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. ഇതാ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എങ്ങും ഇല്ലാത്ത പ്രശ്നം വരും. ഇസ്രായേലിനെ, യാക്കോബിനെയും കുടുംബത്തെയും ആമേൻ ക്ഷാമത്തിനകത്തുനിന്ന് രക്ഷിക്കാൻ യോസേഫിനെ ദൈവം തിരഞ്ഞെടുത്തു അല്ലേ? സഹോദരന്മാരുടെ മധ്യത്തില് ഹല്ലേലൂയ അവൻ ദർശനവും കൊടുത്ത് തിരഞ്ഞെടുപ്പ് അറിയിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ കൊണ്ട് പൊട്ടക്കടനകത്തിട്ടു. ഞാൻ പറയാം, റൈറ്റ് പാത്തിലോട്ട് ദൈവം കൊണ്ടുപോകുമ്പോൾ ചില പ്രതിസന്ധികൾ ഓവർകം ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് വീഴുന്നവനെ മാത്രമേ ലോകത്തിന് ഇഷ്ടപ്പെടാതുള്ളൂ. എന്തുകൊണ്ടാ സഹോദരന്മാർക്ക് യോസേഫിനെ പിടിക്കാത്തെ? എന്തേലും മോഷ്ടിച്ചോ? ഇല്ല, അവരെ പോലല്ല ഇവൻ. ഞാൻ പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവന് സ്പെഷ്യൽ ആയിരിക്കും. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും എവിടെ കൂടെ ഹരിച്ചും ഗുണിച്ചും കണക്കൂട്ടി നോക്കിയാലും ഒടുവിൽ നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരും. ഒടുവിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്തയും നമ്മുടെ ഹൃദയവും ചെന്ന് നിൽക്കുന്നത് ദൈവത്തിങ്കലായിരിക്കും. തെറ്റിന് കൊടുത്തില്ല യോസേഫ്. നേരെ പൊട്ടക്കിണറ്റിനകത്തുനിന്ന് അകത്തേക്ക്, അവിടെ നിന്ന് നേരെ പോത്തിഫറിൻ്റെ വീട്ടിനകത്ത് അടിമയായിട്ട് അവിടെ ഒരല്പം ഉയർച്ച കാര്യസ്ഥനായി അല്ലെങ്കിൽ വീട്ടിലെ പ്രമാണിയെ പോലെ ആയി കഴിഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, അവിടെയും ഇരുത്തത്തില്ല. ഞാൻ പറയാം, ചിലയിടത്ത് നിങ്ങൾ ഒതുങ്ങിപ്പോയാൽ ദൈവത്തിൻ്റെ പദ്ധതി നടക്കത്തില്ല. അതുകൊണ്ട് തട്ടി 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 അല്ല ചില പ്രതിസന്ധികളിലൂടെ, ചില കണ്ണുനീരുകളിലൂടെ ഒരു സേഫ് സോണിൽ നിൽക്കാതെ പലപ്പോഴും നമ്മളിങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് തോന്നിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ പറയും, നിന്റെ അടുത്ത ലെവലിലോട്ട് കയറ്റാൻ ചില വഴികളെ ഞാൻ ഒരുക്കുകയാണ്. ആമേൻ. ചില പ്രതിസന്ധികൾ, ചില വേദനകൾ, ചില സങ്കടങ്ങൾ, ചില വെല്ലുവിളികൾ ഹല്ലേലൂയ ജീവിതത്തിന് നേരെ വരുമ്പോൾ തിരിച്ചറിഞ്ഞോണം, ഞാൻ തിരഞ്ഞെടുപ്പിനകത്ത് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഈ പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്യും. ഞാൻ പുറത്തു വരും. ഞാൻ തോൽവിയല്ല, ഞാൻ ജയത്തിന്റെ കൊടിയായി നിൽക്കും. തിരിച്ചറിയണം. കാരണം തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ കാര്യമല്ല. You are a special for our Lord. നമ്മൾ ഓരോരുത്തരും കർത്താവിന് സ്പെഷ്യലാണ്. നമ്മൾ സ്പെഷ്യൽ ആകും തോറും ലോകത്തിന് നമ്മുടെ അടുത്തുള്ള ഇഷ്ടക്കേടും കൂടും. നമ്മൾ സ്പെഷ്യൽ ആകും തോറും പ്രയാസങ്ങളും കൂടും. പക്ഷെ ഒടുവിൽ ഞാൻ പറഞ്ഞു, തോൽവിയല്ല, ജയത്തിൻ്റെ കൊടിയാക്കി നമ്മളെ നിർത്തും. കാരണം സ്വർഗം പറഞ്ഞേക്കുക, നിങ്ങൾ ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കുന്നേ? ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് ഒരു നാൾ ഒരു പട്ടണത്തിൻ്റെ നടുവിൽ ദൈവത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുവാൻ, ഒരു രാജ്യത്തിൻ്റെ നടുവിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ, ചില ദേശങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിൽക്കുവാൻ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വന്നിട്ടുണ്ടോ? നീ ഒറ്റയ്ക്കായെന്ന് തോന്നും. നീ ഹല്ലേലൂയ എല്ലാവരും വെറുക്കപ്പെട്ടവനെന്ന് തോന്നും. ഒത്തിരി പ്രതിസന്ധിയുടെ കടന്നു പോകും. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നിന്നെ നയിക്കുവാനിടയായിത്തീരും. ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് വന്നു. ഒരു രാജ്യത്തിനകത്ത് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി
യോസേഫ് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം യോസേഫിനെ മിസ്രൈമിനകത്ത് അധികാരിയാക്കി മാറ്റി. ദാവീദ് സ്വന്തം സഹോദരന്മാർ പോലും തള്ളപ്പെട്ടവനായി. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവം കൊടുക്കുന്ന നന്മയുടെ ഉദാഹരണമായി രാജ്യത്തിന്റെ സിംഹാസനം 40 വർഷം അലങ്കരിക്കുവാൻ ദൈവം ദാവീദിനെ സഹായിച്ചു. അവൻ ഹല്ലേലൂയ. പത്മോസിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടു പോയി. അവൻ ലോകം പറഞ്ഞു യോഹന്നാൻ നിന്റെ രാജ്യത്തിന് വേണ്ട. പക്ഷെ വചനം പറയുന്നു അവൻ കാലാകാലങ്ങളിൽ തന്റെ ജനത്തിന് വേണ്ടി അവൻ ദൈവം കൊടുക്കാറുള്ള വെളിപ്പാടിനെ കൊടുത്ത് തിരികെ തന്റെ രാജ്യത്തിനകത്ത് കൊണ്ടുവരുവാൻ യോഹന്നാന്റെ ഒറ്റപ്പെടലിനെയോ ദൈവം കണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളെയും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സകല വേദനകളും അസാധാരണമായ സാക്ഷ്യങ്ങളാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ആർക്കും അവൻ കടന്നു പോയിട്ടില്ല, ആരും കടന്നു പോയിട്ടില്ല. പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് കണ്ണുനീരോടെ പറയുന്നവരുണ്ടോ? സ്വർഗം പറയും യു ആർ എ സ്പെഷ്യൽ, യു ആർ എ സ്പെഷ്യൽ. നീ എൻ്റെ ദൈവത്തിന് സ്പെഷ്യലാണ്. നിന്റെ പേര് യോഗ്യത നോക്കാതെ വന്നു വീണൊരു കൃപയുടെ തെരഞ്ഞെടുപ്പ് കിടക്കുന്നുണ്ട്. നിന്റെ നേരെ ദൈവം നടത്തും. നിന്റെ ദേശത്തിന്റെ നടുവിൽ, രാജ്യങ്ങളുടെ നടുവിൽ, പട്ടണങ്ങളുടെ നടുവിൽ ദൈവിക നിയോഗത്തിന് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അതിന് നിങ്ങളുടെ ജോലി വിഷയമല്ല, നിങ്ങളുടെ ഇന്നലകൾ വിഷയമല്ല, ജനിച്ച കുടുംബത്തിന്റെ പാരമ്പര്യം വിഷയമല്ല, ആയിരിക്കുന്ന അവസ്ഥ വിഷയമല്ല. ഇന്ന് രാത്രികാലം കർത്താവേ, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് എന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ സറണ്ടർ ആകുകയാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടോ? യോഗ്യത ഇല്ലാത്തവരെ യോഗ്യനാക്കി തീർക്കുന്ന, ഭീരുവിനെ ധൈര്യശാലിയാക്കി മാറ്റുന്ന, ഒന്നുമല്ലാത്തവരെ എന്തെല്ലാമൊക്കെ ആക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആചാരം ഇന്ന് രാത്രികാലം നീ എനിക്കുള്ള തെളിയിക്കാൻ തക്കവണ്ണം നിങ്ങളെ ശക്തിയോടെ മതിക്കാൻ ഒന്നുമല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നെന്നറിയോ? ആമേ. ഒരു 20 മിനിറ്റ് കൂടെ എടുത്ത് പറയേണ്ടതാ. നിർത്തി, ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. സമയമില്ല. 9 പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 9:15. ഹല്ലേലൂയ. ആമേ. ഒന്നുമല്ലാത്തതിനെ എന്തെല്ലാം ഒക്കെ ആക്കി മാറ്റുന്ന കൃപയുടെ ദൃഷ്ടി വീണവന് വേണ്ടി അച്ചാരമായി കൊടുക്കുന്ന, ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ 2 കൊരിന്ത്യർ 1:22 അങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമാക്കി തന്നേക്കുക. സ്പെഷ്യലായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു വീണിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പുണ്ട്. നീ പറയാൻ സമയമില്ല. യോഗ്യത നോക്കാതെ, മിടുക്ക് നോക്കാതെ, കഴിവ് നോക്കാതെ 12, പിന്നെ ഒരു 70, പിന്നെ ഒരു കൂട്ടം പേർ ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. അവരുടെ മേലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് യോഗ്യത മിടുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മർക്കോസിൻ്റെ മാളികയ്ക്കകത്ത് അന്നു വരെ ഭീരുക്കളായിരുന്നവർ മർക്കോസിൻ്റെ മാളികയ്ക്കകത്ത് ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ആചാരം ഹല്ലേലൂയ ലോകത്തെ അറിയിച്ചുകൊണ്ട് അവരുടെ മേൽ വന്നു വീണപ്പോഴുണ്ടല്ലോ, അവരന്നത്തെ അതുവരെയുള്ള അവരുടെ ചരിത്രം മാറിയെന്നേ. അവരുടെ സംസാരം മാറി, അവരുടെ നടത്തം മാറി. ആമേൻ. ഹല്ലേലൂയ. അവരുടെ പ്രസൻസിനെ ആഗ്രഹിക്കുന്ന ഒരു തലമുറ അവരുടെ പിന്നാലെ വരാൻ തുടങ്ങി. വാക്കിന് വിലയില്ലെന്ന് ലോകം പറഞ്ഞ പത്രോസിന്റെ നിഴലിന് പോലും ദൈവം വില കൊടുത്തെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരിക്കലും തോൽവിയല്ല. നിന്നെ വിലയുള്ളവരാക്കി നിന്റെ ദേശത്തെ നടുവിൽ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വേദന, രോഗം, പ്രയാസം, ഒറ്റപ്പെടൽ, സങ്കടങ്ങൾ, ആമേൻ, ഹൃദയ നുറുക്കങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമായി മാറുക. ആമേൻ. ആമേൻ. അവൻ യേശു കർത്താവിൻ്റെ ആമേൻ കൂടെ ഇല്ലെന്ന് അവർക്ക് അവൻ ചിന്തിച്ച അത്രയും നാളുകൾ ഒരു ഭയമുള്ളവരായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആമേൻ മർക്കോസിന്റെ മാളികയുടെ ചുവരിനെ പൊളിച്ചവർ പുറത്തു വന്നു. ആമേൻ. ആ ചുവരിനകത്ത് ഒതുക്കിക്കളയാൻ പിശാച് വെല്ലുവിളി ഉയർത്തപ്പോ സ്വർഗം പറഞ്ഞു, എന്റെ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ ഞാൻ എന്റെ ആത്മാവിനെ പകരുന്ന. ഹല്ലേലൂയ. അവൻ സ്വർഗം പകർന്നേ.
നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾക്ക് വിലയില്ലാത്തതുപോലെ, ഏതൊക്കെയോ മേഖലക്കകത്ത് പോലും നിങ്ങൾ ഒതുക്കപ്പെട്ടതുപോലെ കിടക്കുന്നുണ്ടാകാം. ആമേൻ. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴേ, ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് നമ്മൾ അത് നടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ചിലതിൻ്റെ നടുവിൽ നമ്മൾ പുറത്തു വരും. തെരഞ്ഞെടുപ്പ് വന്ന് വീണിട്ടുണ്ട്, കൃപയുടെ തെരഞ്ഞെടുപ്പ് വന്ന് വീണിട്ടുണ്ട്. തോൽവിയാകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. തോൽവിയാകത്തില്ല. ഒരു നിമിഷം കണ്ണുകളെ മൂടി എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ചില രോഗം, ചില പ്രയാസം, ചില കഷ്ടത, ചില ഞെരുക്കങ്ങൾ നിങ്ങളെ നോക്കി പറയുന്നുണ്ടാകാം. ഇല്ല, പുറത്ത് വിടത്തില്ല, പുറത്ത് വരത്തില്ല. പക്ഷെ സ്വർഗം പറയും, ഈ തിരഞ്ഞെടുപ്പ് കൃപയാലുള്ള തിരഞ്ഞെടുപ്പ്. അത് നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ യാതൊന്നിനും നിങ്ങളെ തകർക്കുവാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. ഇന്ന് രാത്രികാലം ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും തിരഞ്ഞെടുപ്പിനകത്തുള്ളവരാണ്. യു ആർ എ സ്പെഷ്യൽ ഫോർ അവർ ലോർഡ്. നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് സ്പെഷ്യലാണ്. എന്ത് വിഷയം ആയിട്ട് ഇതിനകത്ത് വന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, എനിക്ക് ഉറപ്പായൊരു കാര്യം ഞാൻ പറയാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേലുണ്ടോ, സ്വർഗം മാനിക്കും. രോഗത്തോടെ ഇതിനകത്ത് വന്നിരിക്കുന്നവരുണ്ട്, സ്വർഗം നിങ്ങളെ തൊടാൻ പോവുക. തൊടുക കർത്താവ്. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധം പറഞ്ഞു, അടിവയറിൻ്റെ ഭാഗത്ത് കുത്തിയുളയുന്ന വേദനയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ട്. സ്വർഗം നിങ്ങളെ തൊടുക. അടിവയറിൻ്റെ ഭാഗത്ത് കുത്തിയുളയുന്ന വേദനയോടെ നിൽക്കുന്ന ഒരു വ്യക്തി. ഭയം, അകാരണമായ ഭയം നിങ്ങളെ മൂടുന്നു. സ്വർഗം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. കർത്താവിനോട് പറയാൻ പറ്റും, കർത്താവേ, ഇന്ന് രാത്രികാലം ആ തിരഞ്ഞെടുപ്പിനകത്തേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. തിരഞ്ഞെടുപ്പിനകത്തേക്ക് സ്വർഗത്തിന് നിങ്ങൾ വേണം. ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് കർത്താവിൻ്റെ കൊടിയായി ശോഭിക്കാൻ, ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ. അല്ലയോ യോസേഫേ, നിന്റെ പൊട്ടക്കിണറ്റിനകത്ത് ഒതുക്കണമെന്ന് പിശാചിന്റെ പദ്ധതിയാണെങ്കിൽ സ്വർഗം പറയും, നീ അതിനകത്ത് ഒതുങ്ങേണ്ടവനല്ല. നിന്റെ എന്റെ കരം നിന്നെ അതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരും. നീ കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങണമെന്നാണെങ്കിൽ, പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് ഒതുങ്ങണമെന്നാണ് പിശാച് ചിന്തിക്കുന്നതെങ്കിൽ, അതിനകത്തൊന്നും എന്റെ കരം നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ നിന്നെ നടത്തുന്ന വഴികൾ ഒരുപക്ഷെ നിനക്ക് ഇച്ചിരി വേദനാജനകമായിരിക്കും. പക്ഷെ ഒടുവിൽ നീ എന്റെ നിയോഗത്തിനകത്തോ, നീ എന്റെ പദ്ധതിക്കകത്തോ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം പറയുന്ന കർത്താവ്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരഞ്ഞെടുപ്പ്. എന്റെ മേൽ എന്തിനു വേണ്ടി വരുന്നുവോ അതിനു വേണ്ടി ഇന്ന് രാത്രികാലം എന്നെ ശക്തീകരിക്കണമേ. അതിന്റെ നടുവിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളൊന്നും ഒന്നുമല്ല. ഇന്ന് രാത്രികാലം പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞാൻ ഏൽപ്പിച്ചു തരിക. എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്നെ അതിന് ശക്തീകരിക്കട്ടെ. അഭിഷേകം പ്രാപിക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവെന്ന ആചാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം സ്വർഗം അയക്കുക. അഭിഷേകം പ്രാപിച്ചിട്ടില്ല, എന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി അസാധാരണമായ അളവിൽ വേണം. ആഗ്രഹിക്കുന്നവർ പറഞ്ഞു, നീ കടന്നു പോകുന്ന വേദന, നീ കടന്നു പോകുന്ന കഷ്ടത, നീ കടന്നു പോകുന്ന ഭാരം, നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അവസ്ഥ, ഇതൊന്നും സ്വർഗം അറിയാതെയല്ല. വചനം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ഇന്നുകൂടെ ഞാൻ കയറി പറയും, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന് അവൻ സകലതും സകലതും, നിന്റെ തീച്ചൂള, നിന്റെ കണ്ണുനീര്, ഇന്നത്തെ നിന്റെ രോഗം, ഇന്നത്തെ നിന്റെ ഒറ്റപ്പെടൽ, ഇന്നത്തെ നിന്റെ ഹല്ലേലൂയ അവൻ വേദന, ഇതെല്ലാം ഇതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം ഇറങ്ങുക. ഇല്ല കുഞ്ഞ്, നീ ഒതുങ്ങത്തില്ല, നീ പുറത്തു വരും.
ചിലത് തളർത്തിക്കളയുമെന്ന് പറയുമ്പോൾ സ്വർഗം പറയും ഇല്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഒന്നിൻ്റെ മുമ്പിലും. കാരണം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഫലം കായ്ക്കാനാ. ചില രാജ്യങ്ങൾ, ചില ദേശങ്ങളിൽ എന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാ. ചില തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്കകത്ത് എൻ്റെ പ്രതിനിധിയായി ഇറങ്ങിച്ചെല്ലാനാ, എൻ്റെ നാമമായി ഇറങ്ങിച്ചെല്ലാനാ, എനിക്ക് വേണ്ടി ഒരു കൂട്ടം പേരെ എൻ്റെ അടുക്കലായി കൊണ്ടുവരാനാ ഇന്ന് രാത്രിക്കാല സ്വർഗം പറയാം. അതിനു വേണ്ടി നിയോഗം ലഭിച്ച ഒരു തലമുറ ഇതിനകത്തൊന്ന് ശക്തിയോടെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്ത് ഉലച്ചില്ല, ആർക്കുമില്ലാത്ത പ്രതിസന്ധി, ആർക്കുമില്ലാത്ത അസമാധാനം, ആർക്കുമില്ലാത്ത വേദന, അതിനൊക്കെ വിരാമമിടുവാൻ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്തേക്ക് ആടി ഒലഞ്ഞു പോകുന്ന ആ മേഖലക്കകത്തുന്ന സ്ഥിരമായ ഒരു പാറയിലേക്ക് ഇന്ന് രാത്രിക്കാലം സ്വർഗം ചിലരെ പിടിച്ചു കയറ്റുക. ചതഞ്ഞ ഓടെ ഉടച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, നിന്റെ വീക്ഷണങ്ങൾക്കകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ, നിന്റെ ഒറ്റപ്പെടൽ നിനക്ക് സഹായിയായി വരുന്നവൻ, നിന്റെ തകർച്ചയെ മാറ്റുവാൻ ശക്തിയുള്ളവൻ, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം. ആ തിരഞ്ഞെടുപ്പ് വെറുതെ അല്ലെന്നേ, നിനക്കത് വേദനാജനകമാ. ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ ഭാരമുള്ളതാ, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അവൻ വല്ലാതെ നിന്നെ അവൻ കലക്കുന്നതാണ്. പക്ഷെ ഇന്ന് രാത്രികാലം സ്വർഗം പറയ പുറത്തെടുക്കുന്ന ഒരുവൻ. നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യമുള്ളവർ പറഞ്ഞോണം, ഞാൻ ചോദിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം എനിക്ക് തരും. ഒന്നിലും നിങ്ങൾ തളർന്നു പോകാതെ നിർത്തുവാൻ ശക്തിയുള്ള ഒരുവൻ, തോൽവിയാകാതെ നിർത്തുവാൻ ശക്തിയുള്ള ഒരുവൻ. നിങ്ങളെ നോക്കി പരാജയമാണെന്ന് പറയുന്ന ആ സാഹചര്യങ്ങളുടെ മുൻപാകെയും ഹല്ലേലൂയ അവസ്ഥയുടെ മുൻപാകെയും അവൻ ജയത്തിൻ്റെ കൊടിയായി ഉയർത്തുവാൻ ശക്തിയുള്ളവൻ. ഇന്ന് രാത്രികാലം ഇറങ്ങുക. കാഠിന്യമേറിയ ശോധന പൊന്നിനെ പുറത്തു കൊണ്ടുവരാനാ, പൊന്നിനെ പുറത്തു കൊണ്ടുവരാനാ. നീ അനേകം പേരുടെ മുമ്പിൽ ഒരു ശോഭിക്കുന്ന വ്യക്തിയായി പുറത്തു വരാനാ. ഓഹോ ഓഹോ രക്ഷബല രഥരഗല തുരബബ രഗല തുരബബ ശംദരബ. ആർക്കുമില്ലാത്ത അലച്ചിലോ, ആർക്കുമില്ലാത്ത ഭാരമോ അവൻ അതിജീവിക്കാൻ കഴിയാത്തതുപോലെ അവൻ തളർന്നു പോകുമാറുള്ള പ്രതിസന്ധിയോ സ്വർഗം പറയുക. അവൻ you are a selected person, you are a chosen man. രഖലബ ശേഖരബ ലധുരബ ശംദരഗലബ. സ്വർഗം പറയാൻ നീ പുറത്തു വരും, നീ പുറത്തു വരും, നീ പുറത്തു വരും. ഏതൊക്കെ പ്രതിസന്ധി നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ സിംഹങ്ങൾ നിന്നെ കീറാൻ നോക്കിയാലും, ഏതൊക്കെ കാരാഗ്രഹത്തിന്റെ ചുവരുകൾ നിന്നെ അടയ്ക്കാൻ നോക്കിയാലും, ഏതൊക്കെ തീച്ചൂളം നിന്നെ ദഹിപ്പിക്കാൻ നോക്കിയാലും നീ പുറത്തു വരും. പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരിക. ചില പ്രതിസന്ധികൾക്കകത്ത് നിങ്ങൾ കുടുങ്ങിപ്പോകുമെന്നോ ശത്രു പറയുമ്പോ സ്വർഗം പറയും ഇല്ല, വിട്ടുകൊടുക്കാതെ പുറത്തെടുക്കുന്ന ഒരുവൻ. വീടിനകത്ത് അസമാധാനത്തെ കൊണ്ടിട്ട് ജീവിതം തന്നെ ഒന്ന് ഒടുങ്ങിപ്പോയെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഒതുക്കിക്കളയുന്ന സകല ഇരുളിന്റെ ആധിപത്യങ്ങളെയും സ്വർഗം ഉടയ്ക്കുക. ഒരു തിരഞ്ഞെടുപ്പിന്റെ കരം ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ.
ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില കണ്ണുനീരുകൾ, കുടുംബത്തിനകത്ത് വെല്ലുവിളി ഉയർത്ത ചില അസമാധാനത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം ഉടയട്ടെ. അസാധാരണമായ ഒരു ദൈവമഹത്വത്തെ ചുമക്കുന്നവളായി ഈ കുഞ്ഞു പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. സകല മേഖലകൾക്കകത്തും ഒരു ദൈവശക്തി ഇന്ന് രാത്രികാലം തന്നെ സ്പർശിക്കട്ടെ. തകർക്കുമെന്ന് പറയുന്ന അതേ ശത്രുവിന്റെ മുൻപാകെ കുടുംബമായി പുറത്തെടുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കരം, മഹത്വത്തിന്റെ കരം, മഹത്വത്തിന്റെ കരം, ദൈവത്തിന്റെ ശക്തി, അസാധാരണമായ ഒരു ദൈവിക മഹത്വം ഇന്ന് രാത്രികാലം അത് ചലിക്കട്ടെ. ഒരു നിമിഷം ആ കണ്ണുകളെ മൂടിയ കരങ്ങളൊന്ന് ഉയർത്തിയേ. കർത്താവിനോട് പറഞ്ഞേ, ഞാൻ തോൽവിയല്ല, ഐ ആം എ ചോസൺ പേഴ്സൺ. ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ യോഗ്യത കണ്ടിട്ടല്ല,
എൻ്റെ കഴിവോ മഹത്വമോ ഒന്നും കണ്ടിട്ടല്ല, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിനകത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാനൊരു ജയക്കൊടിയായി